സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദിവ്യലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എം രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് സുഭാഷിതമല്ല. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പല ആൾക്കാർക്കും ശനിദോഷം എന്ന് കേൾക്കുമ്പോൾ, ശനി ദശ എന്ന് കേൾക്കുമ്പോഴും കണ്ടകശനി, ഏഴരശനി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ്. അങ്ങനെ ഭയപ്പെടേണ്ട ഒരാളാണോ ശനി എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു ദേവനും ഒരു ഈശ്വരനും നമ്മളെ ഉപദ്രവിക്കാനുള്ളതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നവഗ്രഹത്തിലൊരു പാപഗ്രഹമാണ് ശനി എന്നുള്ളത് കൊണ്ട് ശനിദേവൻ എല്ലാവരെയും ഉപദ്രവിക്കും, അല്ലെങ്കിൽ ശനിദശാകാലത്ത് ഉപദ്രവം ഉണ്ടാവും, കണ്ടകശനി കാലത്ത് ഭയങ്കര ദോഷങ്ങളുണ്ടാവും, ഉപദ്രവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഏഴരശനി ആവുമ്പോൾ വളരെ മോശമാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവം പലരിലുമുണ്ട്. അപ്പോൾ ആദ്യം ഭയപ്പെടേണ്ട ഒരാളല്ല ശനീശ്വരൻ എന്നുള്ളതാണ്. ശനിയുടെ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മന്ദൻ എന്നാണല്ലോ ശനിയെ പറയുക. ആ 19 വർഷത്തിൽ ശനിദശാകാലങ്ങളിലൊക്കെ ചിലപ്പോൾ ശനി 19 വർഷവും ശനി ദശാകാലത്ത് ശനിയുടെ പല ഓരോ ഗ്രഹങ്ങളുടെയും അപഹാരകാലങ്ങളും വരും. അപ്പോൾ 19 വർഷം മുഴുവൻ കഷ്ടപ്പാടാണോ? അങ്ങനെയല്ല വരണത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് നമുക്ക് ശാരീരികമായ ചെറിയ അസ്വസ്ഥതകളും ചില മന്ദതകളും വളരെ സ്ലോവിൽ നടക്കുന്ന ഒരാളാണ് ശനി ഭഗവാൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ശനിദോഷത്തിന് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. തെറ്റ് ചെയ്യുന്നവർ മാത്രം ഭയപ്പെട്ടാൽ പോരെ. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്നായാലും കിട്ടുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നല്ലതാണെങ്കിൽ നല്ലത് നമുക്ക് ലഭിക്കും, മോശമായിട്ടാണ് എങ്കിൽ മോശമായ ഫലം തന്നെ ലഭിക്കും. അതിന് ശനി ദശാകാലം വേണമെന്നോ അല്ലെങ്കിൽ കണ്ടകശനി ആവണമെന്നോ ഏഴരശനി ആവണമെന്നോ ഒന്നുമില്ല. ഈ ശനിദശകളെല്ലാം കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ എല്ലാ നാളുകാരിലും സംഭവിക്കുന്ന ഒന്നാണ്. എല്ലാ കൂറുകാർക്കും സംഭവിക്കുന്ന ഒന്നാണ് ഈ ശനി. അപ്പോൾ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതിന് എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഉപരി നമ്മൾ ആ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ കുറച്ചും കൂടി നമുക്ക് ഗുണമുണ്ടാകും. നമ്മളെല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകും. എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കണുള്ളൂ, എനിക്ക് മാത്രം ശനിദോഷമാണ് എന്നൊക്കെ ചിന്തിക്കാനില്ല. അത് നമ്മളൊരു മല കയറിയാൽ ഒരു ഇറക്കമുണ്ടാവും. നല്ല കാലത്തിന് ദുഃഖമുണ്ടെങ്കിൽ അതിന് പിറകിൽ സുഖവും ഉണ്ടാവും. സുഖമുണ്ടായാൽ അതിൻ്റെ പിറകിൽ ദുഃഖമുണ്ടാവും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു ഈശ്വരനെയും ഭയപ്പെടേണ്ട, ഈ ശനിദോഷത്തിനെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഭഗവാൻ അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ ഭജിച്ചാൽ ഭഗവാൻ എല്ലാ ശനിദോഷങ്ങളും നമുക്ക് നീക്കിത്തരും. അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതിനോടൊപ്പം ഡെയിലി 108 ശരണം വിളിച്ചാൽ മതി, എല്ലാ ശനിദോഷങ്ങളും തരും. അപ്പം അങ്ങനെ ശനിദോഷമുള്ളവർ, ശനിയുടെ അപഹാരകാലം നടക്കുന്നവർ, ശനി ദശാകാലത്തിൽ ഉള്ളവർ, അതുപോലെ കണ്ടകശനി, ഏഴരശനി എങ്ങനെ ഉള്ളവരൊക്കെ ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക. അതിനൊപ്പം ഈ മന്ത്രം കൂടി ഒരു 21 പ്രാവശ്യം ഡെയിലി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ആ മന്ത്രം വളരെ ലഘുവായ മന്ത്രമാണ്, വളരെ ജപിക്കാനും വളരെ ലളിതമായ മന്ത്രമാണ്. അത് ഇപ്രകാരമാണ്: സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാൽ. സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാൽ. വളരെ ലളിതമല്ലേ ഈ മന്ത്രം? ഇത് ഒരു 21 പ്രാവശ്യം ജപിക്കുക. ശനിദോഷങ്ങളൊക്കെ നീക്കിത്തരണേ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ശനീശ്വര എന്നുള്ള മന്ത്രം ജപിക്കുക. മഹാദേവനെ നന്നായിട്ട് നാമം ജപിക്കുക. അയ്യപ്പസ്വാമിയുടെ ശരണം വിളിക്കുക. എല്ലാ ശനിദോഷങ്ങളും, എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ജപിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും നമുക്ക് നല്ല ചിന്തകളുണ്ടാവാൻ നമുക്ക് ഉത്തമമാണ് നാമജപം. ആ ശരീരത്തിന് കൂടി നമ്മൾ നാമജപത്തിലൂടെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ശനിദോഷങ്ങളൊക്കെ നീങ്ങി സർവൈശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇன்றைக்கி நம்ம சொல்ல போகிறது ശനിദോഷം എന്ന് കേൾക്കുമ്പോൾ, ശനി എന്ന് കേൾക്കുമ്പോൾ ആക്കൾക്ക് பெரிய பயம் வருது. அப்படி பயப்பட தேவையே இருக்காது. ശനി ഭഗവാനുக்கு ഒരു கடவுளே நம்ம பயப்பட தேவையில்லை. இந்த கடவுளும் நமக்கு அனுகிரகம் தரதுக்கு தான் இருக்குது. நம்ம தெற்று செஞ்சால் தான் நம்ம பயப்பட தேவை. நம்ம மோசமான வழியில் போய் தான் நமக்கு பிரச்சனைகள் வருவாங்க.
நம்ம வேறொருத்தர்கிட்ட மோசமாக செஞ்சால் தான் நமக்கு சத்ரு நிறைய வருவாங்க. நம்ம நல்லது செஞ்சால், நம்ம நல்லதுன்னு நினச்சா அப்படிப்பட்ட தோஷம் ஒன்றுமே வராது. நம்ம கர்மம் நல்லபடியாக இருந்தால் இந்த பிரச்சனைகள் ஒன்றுமே வராது. சுகம் இருந்தால் அதுக்கு பிறகு துக்கமும் இருக்குது, துக்கம் இருந்தால் சுகமும் இருக்குது. ஒரு மலை கேறிட்டால் நமக்கு ஒரு இறக்கவும் இறக்கணும். அப்போ இந்த சனிதோஷ நிவாரணத்துக்கு உத்தமமான ஐயப்ப சுவாமியை நல்லா பஜிச்சா இந்த சனிதோஷம் மாறதுக்கு ரொம்ப முக்கியம். அதே மாதிரி சனி பகவானுக்கு இந்த மந்திரம் ஜபம் பண்ணுறது ரொம்ப முக்கியம். அப்போ சனியோட ஒரு சுபாவம் என்றது பகவானை மந்தன்னு சொல்லுவாங்க இல்லையா, வளர அந்த டைமுக்கு நம்ம கொஞ்சம் ஸ்லோவாகிடுவாங்க. நம்ம உடம்புலே எல்லாம் கொஞ்சம் நம்ம கொஞ்சம் லேசி ஆகி போயிடுவாங்க. அப்போ இந்த ஏழரை சனி கண்டக சனி என்னெல்லாமே எல்லா ஆட்களுக்குமே வந்து போயிடுவாங்க, எல்லா நட்சத்திரத்துக்கும் வந்து போயிடுவாங்க. சனி தசா என்றது 19 வருஷம் வரும்போது சனி தசா வரும். அதில் சனி மட்டுமா வருது, சனிக்கு அந்த சனி தசா காலத்தில் வியாழத்துக்கு அபகார காலம் வருவாங்க, புதனுக்கு அபகார காலம் வருவாங்க, சனிக்கு அபகாரம். அப்படி அந்த கிரக தசா காலத்தில் எல்லாமே வந்து போயிட்டு வருவாங்க. அந்த சனி பகவானை திருப்திப்படுத்துறதுக்கு ஒரு மந்திரம் தான் இன்றைக்கி சொல்கிறது. சிம்பிளான மந்திரம் தான். டெய்லி ஒரு 21 வாட்டி இந்த மந்திரம் ஜபம் பண்ணுறது இந்த சனி தசா காலம் உள்ளவருக்கு, ஏழரை சனி கண்டக சனி அந்த மாதிரி உள்ளவருக்கெல்லாம் இந்த மந்திரம் ஜபம் பண்ணுறது ரொம்ப முக்கியம். அதே மாதிரி சுவாமி சரணம் ஒரு 108 வாட்டி ஜபம் பண்ணுறதும், ஐயப்ப சுவாமியோட சரண மந்திரங்கள் 108 வாட்டி ஜபம் பண்ணுறதும் ரொம்ப நல்லது. அப்போ அந்த சனீஸ்வர மந்திரம் இப்படி தான்: சூரியபுத்திராய வித்மஹே சனீஸ்வராய தீமஹி தன்னோ மந்த பிரச்சோதயால். சூரியபுத்திராய வித்மஹே சனீஸ்வராய தீமஹி தன்னோ மந்த பிரச்சோதயால். இந்த மந்திரம் டெய்லி ஜபம் பண்ணிடுங்க. எல்லாருக்கும் शनीश्वर भगवान अनुग्रह கிடைக்கட்டும். आज हम बात करते हैं शनि दोष निवारण के लिए शनि भगवान को प्रीति करने के लिए मंत्र बोलते हैं. शनि सभी नक्षत्रों में सभी स्टारों में आता है. सभी आदमियों को शनि दशा आता है या शनि की दोष सभी नक्षत्रों में आता है. शनि भगवान तो इतना प्रॉब्लम नहीं क्रिएट करते हैं. हम अच्छा कर्म करेगा तो हमको अच्छा आएगा, हम दोष कर्म करेगा तो हम खराब काम करेगा तो हमको दोष भी आएगा. हमारा मन अच्छा है तो हमको अच्छा रिजल्ट मिलेगा. अच्छा रिजल्ट के लिए ये शनि दोष निवारण के लिए शनि भगवान को प्रार्थना करना, शनि भगवान के मंत्र जपम करना बहुत बड़ा अच्छा है. ये मंत्र ऐसा है: सूर्यपुत्राय विद्महे शनीश्वराय विद्महे तन्नो मंद प्रचोदयाल. सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयाल. सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयाल. सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयाल. ये मंत्र डेली जपम कीजिए. आप सबको शनि भगवान को अनुग्रह के लिए प्रार्थना कीजिए. स्वामी शरणम, अय्यप्पा शरणम, अम्मे शरणम.